നിങ്ങൾ ഈ വസ്ത്രം ഇടുന്ന എന്തിനാണ്? ഇത് നമ്മുടെ നാണം മറയ്ക്കാൻ എന്ത് നാണം? എന്ത് നാണിക്കാനുള്ളത്? നിങ്ങളുടെ ശരീരം നാണക്കേടുള്ളതായി തീർന്ന അങ്ങനെയല്ല, ശരീരം മറയ്ക്കാൻ ഇല്ല, അത് വളരെ മനസ്സിലായി. ആർഗ്യമല്ല, നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ കണ്ടെത്തി എവിടെ? ആർത്ഥത്തിലല്ലോ ആ നാണം ഞാൻ പ്രയോഗിച്ചു. പിന്നെന്താണ് നാണം? നിങ്ങളുടെ ശരീരം നാണം കെട്ടതാണെന്ന് നിങ്ങൾ നാണം മറയ്ക്കാനെന്നുള്ള വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ ആളാണ്. വസ്ത്രം ഉണ്ടായത് ആകർഷിക്കാനാണ്. നമ്മൾ ഇടുന്ന പച്ചകുത്തിയാലും ആഭരണം ധരിക്കുന്നതും ആകർഷിക്കാനാണ്, അല്ലാതെ വസ്ത്രം നാണം മറയ്ക്കാനല്ല. ആകർഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെഞ്ചത്തൊക്കെ ഇതൊക്കെ വെക്കുന്നത്. ശരീരത്തിന് മറയ്ക്കുക എന്ന് പറയുന്നത് അങ്ങോട്ട് നോക്കിക്കാനാണ്. അതുകൊണ്ട് വസ്ത്രമായാലും ആഭരണമായാലും മറ്റുള്ളവരെ ആകർഷിക്കാനാണ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാ കിളികൾക്കും കുഞ്ചിരോമം ഉണ്ടായത് തൊട്ടും വാലുണ്ടായതും എല്ലാം ആകർഷിക്കാനാണെന്നറിയാം. അത് മനുഷ്യരുടെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യരും മറ്റ് ജീവികളെ പോലെ ജീവിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് യൗവനം ഉണ്ടാകുമ്പോൾ മാറുണ്ടായി വരുന്നത്. എന്തിനാണ് നിങ്ങൾ ചന്തിയൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്? ആകർഷിക്കാനാണ്. ഈ ആകർഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് മുഴുവനും ഉണ്ടായിട്ടുള്ളത്. ടാക്സ് കൊടുക്കാനായിട്ട് രാജാക്കന്മാർ ലോകത്ത് ആൾക്കാർക്ക് അവർ പിച്ചാത്തി, വെട്ടുകത്തി, പായ, കലം ഉണ്ടാക്കുന്ന ഇതുപോലുള്ള സാധനങ്ങൾക്ക് ടാക്സ് ചെയ്തതിന് ശേഷം ടാക്സ് എങ്ങനെ വേണ്ടി കൂടുതൽ ഉണ്ടാക്കാമെന്ന് ആലോചിച്ചപ്പോൾ ടാക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് വസ്ത്രങ്ങൾക്ക് ടാക്സ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് ഇന്നത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ കെട്ടിയിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നപ്പോഴാണ് സ്റ്റാറ്റസ് സിമ്പിൾ ആയി മാറുന്നത്. ഇത്ര രൂപ കൊടുത്തിട്ട് മാത്രമേ ഈ വസ്ത്രം എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വന്നത് അപ്പോഴാണ്. അപ്പം നാട്ടിലെ ആ വസ്ത്രം ഇടുന്ന ആൾ ഇത്ര ടാക്സ് കൊടുക്കുന്നത്, അപ്പം ധനമുള്ള ആളാണ് ആയി നടക്കുന്നതെന്ന് എല്ലാവർക്കും കാണാം. അപ്പോഴാണ് സ്റ്റാറ്റസ് ആയിട്ട് പദവിയോട് ബന്ധപ്പെട്ട് മാത്രമേ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റത്തുള്ളെന്നും ആഭരണം ഉപയോഗിക്കാൻ പറ്റത്തുള്ളെന്നും രാജാവിൻ്റെ നിയമപ്രകാരമാണ് നമ്മളിത് അഭിമാനകരമായ വസ്ത്രമായി മാറിയത്. അപ്പോഴാണ് നിങ്ങൾക്ക് നാണവും മാനവും ഒക്കെ ഉണ്ടായത്. അതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആകർഷിക്കാനുണ്ടായ ഒരു വസ്തു ടാക്സേഷൻ കൊണ്ട് മാത്രം പദവി അർഹിക്കുന്നതായി മാറുകയും അത് ഉപയോഗിക്കണമെങ്കിൽ അടിമകളായിരിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതായി. അടിമകളുണ്ടായിരുന്ന സമൂഹത്തിനകത്ത് അത് ഉപയോഗിക്കാൻ അനുവദിക്കാതായി. ആഭരണമായിട്ട് പോലും ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. കാശ് കൊടുത്താലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം സ്റ്റാറ്റസ് ആയി മാറി. അപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഇതെല്ലാം മാറിയത്. അപ്പോഴാണ് മാനം പോകുന്നത്. അത് എടുത്ത് ഊരുമ്പം മാനം പോയതായി നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ പദവിയിൽ താഴെ വീഴുന്നു എന്ന്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം ഊരിക്കുന്നത്. അമ്പലത്തിൽ ഇത് മുഴുവൻ ഊരിക്കുന്നതിന് ഇതേപോലെ തന്നെയാണ്. അവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയണം അവർ.